ഞാനിതിനെക്കുറിച്ച് അറിയുന്നത് മൊയ്നുദ്ദീൻ സാറിലൂടെയാണ് ഇത് അറിയുന്നത്. ആ സാറിലൂടെയാണ് ഞാൻ മുജീബ് സാറിലേക്ക് എത്തിപ്പെട്ടത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ആദ്യമേ തന്നെ ഈ സേവനം കോഫി ക്ലബിലേക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു ടോക്ക് എന്ന് പറഞ്ഞത് മാജിക്കൽ ടോക്കാണ്. അപ്പൊ മുജീബ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് മാജിക്കൽ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാജിക്കലി ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവലുണ്ട്. അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ചേർത്ത് പിടിക്കലില് നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിനൊക്കെയും നമ്മൾ എന്താണ് നൽകുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് സാധാരണ ഒരു കുടുംബിനിയായിട്ട് ജീവിച്ച് മുൻപോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ ആ, ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു കഥയാണ് മുജീബ് സാറോട് പറഞ്ഞു തന്നത്. അതേപോലെ ഞാനും ഒരു കഥ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുഗ്രാമത്തിൽ അന്ന എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളേ ഉള്ളൂ. ഒരുപാട് സമ്പന്നരോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അവിടെ 4-ാം ക്ലാസ്സോട് കൂടി തന്നെ പഠിത്തം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്നതായതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ടീച്ചർക്ക് ഇവള് മുൻപോട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നുകയും പേരൻസിനോട് പറയുകയും അങ്ങനെ അവര് ഒരു നഗരത്തിൽ ഒരു സ്കൂളിൽ ഈ കുട്ടീനെ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അന്നയ്ക്ക് നല്ല സന്തോഷമായി. എന്താ വെച്ചാൽ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അങ്ങനെ അവൾ ആ സ്കൂളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അത് വലിയൊരു സ്കൂളായിരുന്നു. അവിടെ ആദ്യമായി അവൾ ചെന്നപ്പോൾ എല്ലാ കുട്ടികളും അവളെ ഇങ്ങനെ നോക്കിയിട്ട് അവളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവളുടെ ഉള്ളിൽ അവളുടെ ഒരു ആഗ്രഹം മാത്രമാണ് നിറഞ്ഞു നിന്നിരുന്നത്. അങ്ങനെ ടീച്ചർ ക്ലാസ്സിലെത്തി. ടീച്ചർ അന്നേനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് ടെസ്റ്റ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാം വേഗം റെഡി ആയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ 7 അത്ഭുതങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. കുട്ടികളെല്ലാം വേഗം വേഗം എഴുതുന്നുണ്ടായിരുന്നു. അന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എഴുതി കഴിഞ്ഞവർ ആ പേപ്പറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പൊ ടീച്ചർ വന്നിട്ട് ചോദിച്ചു, എന്താണ് മോളെ, നിനക്ക് എഴുതാനൊന്നും കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്ന പറഞ്ഞു, ടീച്ചറെ എന്തൊക്കെയാ എഴുതണ്ടേന്ന് അറിയുന്നില്ലായിരുന്നു, ഒരുപാടുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവളും എഴുതിയ പേപ്പർ ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ടീച്ചർ ഓരോ കുട്ടികളുടെയും പേപ്പർ ആൻസർ വായിച്ചപ്പോൾ എല്ലാ കുട്ടികളുടെ ഇതിലും വന്മതിലും ചെരിഞ്ഞ ഗോപുരവും താജ്മഹലും അങ്ങനെയുള്ള 7 അത്ഭുതങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അന്നയുടെ പേപ്പർ എടുത്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള 7 അത്ഭുതങ്ങളെ കുറിച്ച് അവൾ എഴുതുന്നത്. കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, വികാര വിചാരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്, ദയോടുകൂടി പ്രവർത്തിക്കാനുള്ള കഴിവ്, സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവ്, അങ്ങനെ 7 കഴിവുകളാണ് അവൾ എഴുതി വെച്ചിരുന്നത്. ടീച്ചർ അത് വായിച്ചപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നാം എല്ലാവരും അത്ഭുതങ്ങളെ തിരഞ്ഞ് പുറം ലോകത്തിലേക്ക് പോകുമ്പോൾ ആ കുഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടി തിരഞ്ഞെടുത്തത് അവളുടെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുള്ള ആ കഴിവുകളെയായിരുന്നു. അതായിരുന്നു ഏറ്റവും അത്ഭുതമായിട്ട് കാണുകയും ചെയ്തത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിൽ ഗ്രേറ്റ്ഫുൾ ആകുന്നതോടുകൂടി നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലീഡറായി മാറുന്നുണ്ട്. നമുക്ക് ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാറ് നല്ല ഈസി ആയിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്നതിനെ കുറിച്ച്, ലീഡർഷിപ്പിലേക്കും നമ്മുടെ ലൈഫ് എങ്ങനെ മുൻപോട്ട് പോകണം എന്നതിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും വ്യത്യസ്തമായിട്ട് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ മേഖലകളിലും നമ്മളുടേതായ കഴിവ് തെളിയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നാം തിരിച്ചറിയുകയും അതിൽ ഗ്രേറ്റ്ഫുൾ ആകുകയും വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരുമാണ്. നമ്മൾ ഏവരും പറയുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി നമുക്ക് എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റും, ആ ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നത് മാത്രമാണ് ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയുന്നത്. എല്ലാ ആൾക്കാർക്കും എല്ലാ നന്മകളും ഉണ്ട്.
ചിലർക്ക് നല്ല സമ്പാദ്യമുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ഇതൊക്കെയും ഉണ്ട്. ഇതിലേറ്റവും മസ്റ്റായിട്ട് നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ നിന്നാണ് നല്ല ചിന്തകൾ എത്തിപ്പെടുക. ആ ചിന്തകളിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മുടെ ജീവിതം ഗ്രോത്തിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആകുന്നുണ്ട്, താങ്ക് യു പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിനെല്ലാം പറയാറുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിന്, എല്ലാ കാര്യത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ടോ? ഇവൻ നമുക്ക് നടക്കാൻ കഴിയുന്നതിന്, നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നതിന്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്, ആ ഒരു കുഞ്ഞു കുട്ടി എഴുതി വെച്ചതുപോലെ ആ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്ഫുൾ ആവാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുന്നതിനോടൊപ്പം പരാതിപ്പെടുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചിന്തിക്കുക. ഇന്നിപ്പോൾ രാവിലെ മോർണിംഗിൽ എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിന്, പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ എന്താണോ അത് നേടാൻ സാധിക്കുന്നതിന് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശ്വാസത്തിനും നമ്മുടെ ഹൃദയമിടിപ്പിനും നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഓരോ നിമിഷവും ആസ്വദിക്കാൻ കഴിയുന്നതിനും ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയി നോക്കൂ. എത്ര മിറാക്കിളായിട്ട് മാജിക്കലി നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഫോർഗീവ്നെസ്സിലേക്കും പോവേണ്ടതുണ്ട്. ഫോർഗീവ്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്കൊരാളോട് ഒരു ദേഷ്യമുണ്ട്, ആളെ കാണുമ്പോൾ ആൾക്കിട്ട് എന്തായാലും ഇത് കൊടുക്കണം എന്ന് കരുതി ആ ഒരു തീക്കനൽ ഞാൻ എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആ തീക്കനൽ എന്നെയാണ് ഇല്ലാതാക്കുക. ഞാൻ ആർക്ക് എറിയണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അവരത് അറിയുന്നുണ്ടാവില്ല, അവരിലേക്ക് ഒന്നും എത്തുന്നുണ്ടാവില്ല. പക്ഷെ അത് എന്നെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോർഗീവ്നെസ് എന്നുള്ളത് മറ്റുള്ളവർക്ക് നല്ലത് വരണ്ട എന്നുള്ള ചിന്തയല്ല. അതായത് എല്ലാവരും പറയും ഞാൻ അങ്ങനെ ക്ഷമിച്ചു കൊടുത്തിട്ട് അവൻ നന്നാവണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നതിലൂടെ നമ്മൾ നമ്മളെയാണ് രക്ഷപ്പെടുത്തുന്നത്, നമ്മളുടെ ആരോഗ്യമാണ് നമ്മൾ നിലനിർത്തുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശരീരം ആ നെഗറ്റീവ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ മാരകമായ അസുഖങ്ങളായിട്ട് അല്ലെ മറ്റു പല രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ EFT പ്രാക്ടീഷണർ ആയതോടുകൂടി തന്നെ ഞാൻ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. സർവേ പോലെ നടത്തുന്നുണ്ടായിരുന്നു, റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും, അത് വേദനകളാവട്ടെ, ദേഷ്യങ്ങളാവട്ടെ, മറ്റ് എന്തായിക്കോട്ടെ, നെഗറ്റീവായിട്ടുള്ള ഏതൊരു ഇമോഷൻസും നമ്മളെ ഇല്ലാതാക്കുന്നുണ്ട്, നമ്മുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ അൺകണ്ടീഷണലി നമ്മളെ അറിയാന്നുള്ളതാണ്. നമ്മൾ പ്രചോദനത്തിനായിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവേണ്ടതില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മൾക്ക് എത്രത്തോളം വളരണമെന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം വളർച്ചയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അവിടെ ആ കുട്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മുടെ ഓരോ കാര്യങ്ങളിലും പ്രസന്റ് മൊമെന്റിൽ ഹാപ്പി ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയാൽ മാത്രം മതിയാവും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഫോർഗീവ്നെസ് നമ്മൾക്ക് കൊടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കലുണ്ട്. എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർ അവരെന്നോട് ചെയ്തത് അതിന് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തയിലൂടെ മാത്രമേ, അതായത് നമ്മൾ നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ തൊട്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. മറ്റൊരാളെ കുറിച്ചുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം നമ്മൾ ആ ഒരു കാര്യവുമായിട്ട് അലൈനായി പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താണോ പറയുന്നത് അതായി നമ്മൾ മാറുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുക. ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയുന്നതും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്നതും ഞാൻ തന്നെ ആകുന്നു എന്ന് വരുമ്പോൾ അവിടെ നമ്മളിൽ എന്താണ് പ്രവർത്തനം നടക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കൂ. ഒരാളുടെ നന്മ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഉയർച്ച കണ്ടിട്ട് അതിൽ നാം അസൂയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉയർച്ചയെ നാം തടസ്സം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെയും പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മളെല്ലാവരും കുട്ടികളായിരുന്നു അല്ലേ?
ഇപ്പോഴും കുട്ടികളായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏതൊരു അറിവും നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിലാണെങ്കിലും നമുക്ക് വന്നിരിക്കാനും പറയുന്നത് എന്താണെങ്കിലും അത് കേട്ടിട്ട് ആ ഒരു അറിവിനെ നമ്മളിലേക്ക് എത്തിച്ച് ആ അറിവിലൂടെ നമുക്ക് എങ്ങനെ വളരാമെന്ന് ചിന്തിക്കുന്നത് നമ്മളൊരു കുട്ടിയായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ മാജിക്കലി നമ്മൾ നമ്മുടെ ഉള്ളിലെ കുട്ടിയെ കണ്ടെത്തുകയും ആ സ്നേഹത്തെ അറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകും എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം? ഇവ നമ്മുടെ ആരോഗ്യത്തിൽ മാത്രം മതിയോ? നമ്മൾ വന്നിട്ടുള്ള ഓരോ വഴികളും നമ്മൾ ഓർക്കുകയും അതിന് താങ്ക്ഫുൾ ആവുകയും വേണം. ഇവൻ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഉണ്ടാവാം, ഇപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം, നമ്മുടെ വെൽത്തിൽ ഉണ്ടാവാം, നമ്മളുടെ ചുറ്റുപാടിൽ ഉണ്ടാവാം. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മഴ പെയ്താൽ നമ്മൾ കുറ്റപ്പെടുത്തും എന്തൊരു മഴയാണെന്ന്. ഒരുപാട് വെയിൽ വന്നാൽ ഈ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയും. അതേപോലെ നമുക്ക് ജോലി ഇഷ്ടമാണ്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ജോലി ഇച്ചിരി കൂടുതലായാൽ, ഓ ഇന്ന് ആകെ മടുത്തു, എന്ത് ടയേർഡാണ്, ഇത്രത്തോളം ജോലി ഞാൻ എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവിടെയൊക്കെയും നമ്മൾ ആ ഒരു താങ്ക്ഫുൾ ആയിട്ടുള്ള ഫീലിങ്സിനെ കുറച്ച് കാണിക്കുക. നമുക്ക് ജോലി വേണമെന്നുള്ള നിർബന്ധമാണ്, നമ്മൾ ജോലിക്ക് പോകുന്നുമുണ്ട്. പക്ഷെ ആ പോകുന്ന കാര്യത്തിൽ പ്രസന്റിൽ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ആ താങ്ക്ഫുള്ളോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ ജോലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ആ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടവും സ്നേഹവുമാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടേതായ രീതിയിൽ ആ കുട്ടികൾ മാറി വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാലോ നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. അനുസരണക്കേടാണ്, കുസൃതിയാണ്, അവനെ കൊണ്ട് തോറ്റു. നമ്മൾ വെറുതെ വെറുതെ പറയുന്നതായിരിക്കാം. പക്ഷെ ആ പറയുന്നതെല്ലാം നമ്മളിൽ തന്നെ സംഭവിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ കൂടുതൽ കുസൃതിയും കാര്യങ്ങളും കൊണ്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആ സ്ഥാനത്ത് നമുക്ക് കുഞ്ഞുണ്ടായി നമ്മുടെ കയ്യിൽ കിട്ടിയതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു നന്ദിയോട് കൂടി തന്നെ അതിനെ കൂടുതൽ കൂടുതൽ മികവോടെ എത്തിക്കുമ്പോൾ നമ്മൾ അറിയുന്നതിലും അപ്പുറം ആ കുട്ടിയിൽ മാറ്റം വരുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മളുടെ ഓരോ ബന്ധങ്ങളും. നമ്മൾ ദാമ്പത്യ ബന്ധങ്ങളിൽ ഒരുപാട് ഇഷ്യൂസുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ കണ്ടപ്പോൾ, നമ്മൾ ഇഷ്ടപ്പെട്ടപ്പോൾ തോന്നിയ ആ ഒരു അൺകണ്ടീഷണൽ ലവ് എപ്പോഴോ വിട്ടുപോയി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടത്താതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ദേഷ്യമുണ്ട്. ആ ഒരു ദേഷ്യം പിന്നീട് അതിങ്ങനെ വെറുപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഒരാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആളെ അക്സെപ്റ്റ് ചെയ്യാനും അതിൽ താങ്ക്സ് പറയാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ റിലേഷൻഷിപ്പും മാജിക്കലി സംഭവിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് എന്നുള്ളത് ഒരുപാട് പേർക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മറ്റു പലർക്കും നേടാൻ സാധിക്കാതെയും വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവിടെയും ഈ മാജിക്ക് പ്രവർത്തിച്ചാൽ മതി. ആ സമ്പത്ത് ഉള്ളതിന് നമ്മളൊന്ന് ഗ്രേറ്റ്ഫുൾ ആയാൽ മതി. ലഭിക്കുന്നത്, നമുക്ക് ശമ്പളം കയ്യിലേക്ക് കിട്ടുമ്പോൾ, ഓ ഇന്ന് ഇത്ര കിട്ടിയിട്ടുണ്ട് എന്ന് ഹാപ്പിനെസ് ഫീൽ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എന്താവുന്നുണ്ട്? നമ്മൾ പരാതി പറയുന്നുണ്ട്, ആ ഇന്നിപ്പോ ഇത് കിട്ടിയിട്ടുണ്ട്, ഇത് ഫുള്ള് ഇപ്പൊ തന്നെ തീരാനുള്ളതാണ്. ആ തീരാനുള്ളതാണെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ലിസ്റ്റാണ് നമ്മുടെ ഉള്ളിൽ വരിക. പക്ഷെ ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞാൽ താങ്ക് യു പറയും, അപ്പൊ നമ്മൾ വെൽക്കം എന്ന് പറയും. അങ്ങനെയാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ എത്രത്തോളം മോസ്റ്റായിട്ട് എന്തൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ആ മാജിക്കലായിട്ടുള്ള ആ ഒരു ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ നമ്മുടെ ചെറുപ്പകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് പലർക്കും പല മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാം. അതിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് ഞാൻ ആ സ്ട്രഗിൾ ചെയ്തത് കൊണ്ടാണ്, അതെൻ്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് ചിന്തിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അതെല്ലാം വർത്തായിട്ട് വരികയാണ്. നമുക്ക് ഏറെ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ സമൂഹത്തിൽ പേരൻസിനോടുള്ള ഇഷ്ടം ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും ലഭിക്കാനുള്ളതൊന്നും ഇനി ലഭിക്കില്ല എന്നൊരു തോട്ട് നമ്മളിലേക്ക് എത്തുമ്പോഴാണ്. ആ സമയത്ത് അവരാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്, അവരിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് അറിയുമ്പോൾ
നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവണം, അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടേ. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും താങ്ക് യു പറയുമ്പോൾ, അവരിലൂടെ നമുക്ക് ഈ ഭൂമിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവരിൽ നിന്ന് ലഭിച്ച ഓരോ നല്ല അനുഭവങ്ങളെയും ഓർത്ത് താങ്ക് യു പറയുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുതലാവുകയും അവർ നമ്മളുടെ അനുസരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. എവിടെയും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മാറുന്നില്ല എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെ ആകും തോറും നമുക്കും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നമ്മളെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും, അതായത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത എല്ലാ മേഖലയിലേക്കും നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് കൂട്ടുകാരില്ലാത്തൊരവസ്ഥ വരുന്നില്ല, ലോൺലിനെസ് വരുന്നില്ല, മറ്റ് എന്താ പറയാ, നമുക്ക് ഷെയർ ചെയ്യാനോ എന്തും തുറന്നു പറയാനുള്ളതും എല്ലാത്തിനുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രേറ്റ്ഫുൾ ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കള് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലേ. ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ പേരൻസ് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പേരൻസിനും എക്സാം വരുമ്പോഴത്തേക്ക് കുട്ടികളെക്കാട്ടിലും ടെൻഷൻ പേരൻസിനാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ടെൻഷൻ ആവുന്നത്? ആ കുട്ടികൾക്ക് അതിൻ്റെതായ കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെ നമ്മളിൽ നിന്ന് അവരിലേക്ക് ആ ഒരു പ്രോസസ്സിങ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഫ്രീ അപ്പ് ആയി വിട്ടിട്ട് അവരെ കുറിച്ച് നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുകയും അവർക്ക് നല്ല കഴിവും ബുദ്ധിയും ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകും തോറും ആ മക്കളിൽ അത് അത്ഭുതകരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളൊക്കെയും ചെയ്യൽ എന്താണ്? നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന ഓരോ കുറവുകളും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അവനെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഇത്ര മാർക്കേ കിട്ടുന്നുള്ളൂ, അവന് ഒന്നിലും ഒരു കഴിവില്ല. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പറഞ്ഞു കുറവാക്കി കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കുറവാക്കലിലൂടെ നമ്മളിൽ നിന്നും ആ ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് എത്തിപ്പെടുകയും അവരങ്ങനെ തന്നെ അവര് പോലും അറിയാതെ അവരതിലേക്ക് വീണു പോകുന്നുണ്ട്. ഞാനൊക്കെ ഓർത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ പറയും, ഞങ്ങൾ പഠിക്കാനിരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഉമ്മ വന്നിട്ട് പറയാം, ഇന്ന് പഠിച്ചോ, നീ പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളതും കൂടെ പഠിക്കാൻ തോന്നുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ടെൻഷനോട് കൂടി അവർ പഠിക്കുന്നില്ലല്ലോ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അവരിലേക്ക് സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുടുംബത്തിൽ ഒരാളാണെങ്കിലും ഗ്രേറ്റ്ഫുൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവൻ കൂടുതലും മാതാവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അമ്മമാര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ അമ്മയിലൂടെ ആ ഒരു കുടുംബം മുഴുവനും എന്താവുന്നുണ്ട്? സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, സങ്കടപ്പെടേണ്ടതാണെങ്കിൽ സങ്കടപ്പെടേണ്ടതാണ്, കൺഫ്യൂസ്ഡ് ആക്കാനാണെങ്കിൽ അങ്ങനെയും ആക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴേ സാധാരണ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, നേരത്തെ ടു ഡു ലിസ്റ്റ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് എന്തായാലും ചെയ്യാം, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്താലാണ്, എന്നും ഇതല്ലേ ചെയ്യുന്നതെന്നുള്ള ഒരു പരാതിപ്പെടലുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നത് കണ്ണ് തുറക്കുമ്പോഴേ ആ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നോക്കൂ. ഈ ലോകത്തിൽ ഒരുപാട് പേര് ഉറങ്ങാൻ കിടന്നിട്ട് ഉണരാത്തവരുണ്ട്. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് ഉണരാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എത്രത്തോളം പ്രീഷ്യസ് ആണ്, എൻ്റെ ലൈഫ് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ താങ്ക് യു പറയും. ആ താങ്ക് യു പറയുന്നതോടു കൂടി അന്നത്തെ ദിവസം മോസ്റ്റ് പവർഫുൾ ആവും എന്നുള്ളതാണ്. അതേപോലെ എഴുന്നേറ്റ് വന്ന് ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഫീൽ ചെയ്ത് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഒന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ടല്ല വിളിക്കാൻ തോന്നുക. നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നറോടോ സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കാൻ തോന്നുക. ആ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ അവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈവൻ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ആ മാതാപിതാക്കള് ആ വീട്ടില് എങ്ങനെയാണ് ഹാപ്പിനെസ് രൂപീകരിക്കാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഉള്ളിൽ ആ ഒരു താങ്ക്ഫുൾ ആയിട്ടിരുന്നാൽ മാത്രം മതിയോ. ആ താങ്ക്ഫുള്ളോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ മാറ്റങ്ങളെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, ഈവൻ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, ആ വെള്ളം എത്രത്തോളം ശ്രേഷ്ഠമാണ്. നമ്മുടെ ശരീരത്തിലും 75% എന്താണ്? വെള്ളമാണ്. ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഒന്ന് താങ്ക്ഫുൾ ആയിട്ട് ഒന്ന് കുടിച്ചു നോക്കുക. ഏതൊരു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അതൊന്ന് താങ്ക്ഫുൾ ആയിട്ടൊന്ന് കഴിച്ചു നോക്കുക. ഇതൊക്കെ നമ്മുടെ ആരോഗ്യം നിലനിർത്തും എന്നുള്ളതാണ്.
ഇവിടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം കൃത്യതയോടുകൂടി മുൻപോട്ട് പോകണം. അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരികയും അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുകയും അൺകണ്ടീഷണൽ ലവിലേക്ക് എത്തുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ മസാരു നടത്തിയൊരു പരീക്ഷണത്തില് രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഒന്നിൽ സ്നേഹമുള്ള വാക്കുകൾ മാത്രം പറയുകയും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ പറയുകയും രണ്ടാമത്തതിൽ ചീത്ത വാക്കുകളും നെഗറ്റീവ് ഇമോഷൻസിനെയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് നാളുകൾക്ക്, ഒരു മാസത്തിന് ശേഷം അതൊന്ന് പരീക്ഷണത്തിനെടുത്തപ്പോൾ ആ സ്നേഹമുള്ള വാക്കുകൾ പറഞ്ഞ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഘടന എന്ന് പറഞ്ഞത് നല്ല സുന്ദരമായിട്ടുള്ളതായിരുന്നു, കാണാൻ ഭംഗിയുള്ളതായിരുന്നു. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ വിരൂപമായിട്ടുള്ളതായിരുന്നു. അതിന് നമുക്ക് കാണാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു രൂപത്തിലേക്കായിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും 75% വെള്ളമാണുള്ളത്. ആ വെള്ളത്തില് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കുടിക്കുന്നതില്, ഭക്ഷണം കഴിക്കുന്നത്, ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കണം. നാം കഴിക്കുന്ന അല്ലെ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും ഏതൊരു ചിന്തയിലും മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളത്, ആ ഒരു താങ്ക് യു പറയുക എന്നുള്ളത്. ആ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം എൻ്റെ ശരീരത്തിലെ ആരോഗ്യം നിലനിർത്താനുള്ളതാണ് എന്ന ഫീലോട് കൂടി ആ വെള്ളം കുടിക്കാൻ സാധിച്ചാൽ നമ്മുടെ ആരോഗ്യമാണ് അവിടെ സെറ്റാകുക. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് കേട്ടോ. ഈവൻ നമ്മുടെ ലോകത്ത് ഒരുപാട് പേര് രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരൊക്കെ ഇഷ്ടംതരം മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവാം, മറ്റാൾക്കാരൊക്കെ ഉണ്ടാവും. എങ്കിലും ഈ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് കഴിച്ചു നോക്കിയേ. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ എങ്ങനെയല്ല ഗ്രേറ്റ്ഫുൾ ആവുക? ആ രോഗാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റുക? പക്ഷെ ആ മെഡിസിൻ കഴിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി കഴിക്കുമ്പോൾ ആ മെഡിസിൻ നന്നായിട്ട് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാതാണ് ആ മെഡിസിൻ കഴിക്കുന്നത്. ആ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയല്ല, ഓ ഈ സംഭവം എന്നും ഞാൻ തിന്നണമല്ലോ, ഇത് തിന്നതുകൊണ്ട് എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്ന് നമ്മുടെ ഉള്ളിൽ പരാതിപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെഡിസിൻ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. ഏതൊരു ടൈമിലും നമുക്ക് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഇരിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈവൻ പരാതികൾ കുറഞ്ഞാൽ മതി, നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് കുറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതോ അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളതോ അത് നമ്മൾ നമ്മളോട് പറയാതിരിക്കുകയും നമ്മൾ മറ്റുള്ളവരോടും പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതായത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളതിനെ നമ്മൾ വിലമതിക്കുമ്പോൾ നമുക്കത് ഏറെ നൽകപ്പെടും, വർദ്ധിപ്പിച്ച് നൽകപ്പെടും. പക്ഷെ നമുക്കുള്ളതിൽ നമ്മൾ വിലമതിക്കാതിരിക്കുമ്പോൾ നമുക്കുള്ളതും കൂടി നമ്മളിൽ നിന്നും നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾക്ക് ഉള്ള ആരോഗ്യത്തിന് ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഒരുപാട് കേസുകൾ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതൊരു സംഭവം ഇത് തന്നെയാണ്. അവർക്കുള്ളതിൽ തൃപ്തിപ്പെടാതെ അവർക്ക് ഇല്ലാത്തത് എന്താണോ, ചെറിയൊരു കാര്യമായിരിക്കും ഇല്ലാത്തത്, ആ ഇല്ലാത്തതിന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇത് എന്തുകൊണ്ടാണ് എനിക്കിതെന്താ ഇല്ലാത്ത, ഞാൻ ഭാഗ്യമില്ലാത്ത, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കലുണ്ട്. ആ മുറിവേൽപ്പിക്കലാണ് ഇപ്പോഴത്തെ കാലത്ത് പനി പോലെ നമ്മൾ കേൾക്കുന്ന ക്യാൻസർ എന്ന രോഗവും മറ്റു പല രോഗങ്ങളുടെയും കാരണം. അതാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന വെറുപ്പുണ്ട്, ഭയമുണ്ട്, ദേഷ്യമുണ്ട്, അവഗണനകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കും തോറും നമ്മളുടെ ആരോഗ്യം ഓരോ ഭാഗത്തു നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിക്കുക. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് ശരിക്കും 1 hour 2 hour എടുക്കാൻ പറ്റുന്ന ഡീപ്പായിട്ടുള്ളൊരു സെഷനാണ്. എങ്കിലും ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഈ പേഴ്സണൽ മെന്ററിങ് ആണ്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വലയുന്നവരുണ്ട്. മീൻസ് എന്നും രോഗങ്ങളാണ്, പക്ഷെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസുകളെല്ലാം എടുത്ത് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നതിൽ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം എനിക്ക് ഇവിടെ ലഭിച്ചതിന് നന്ദി പറയുകയാണ്. EFT, മൈൻഡ് പവർ, അതേപോലെ തന്നെ എന്താ
ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക. അതിലൂടെ നമുക്ക് എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. ഇവിടെ എൻ്റെ ഒരു ജസ്റ്റ് ഒരു എൻ്റെ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാണ്. കാരണം ഞാൻ തൈറോയ്ഡ് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്റ്റേജിലായിരുന്നു. ശരീരത്തിന് വിറയലൊക്കെ വന്നിരുന്ന ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം ഉണ്ടാകുന്നതെന്ന്. അതിൻ്റെ ഏറ്റവും മോശമായൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴും ചെന്ന് കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ല, തൈറോയിഡിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇഷ്യൂ കൊണ്ട് നമ്മുടെ ബോഡി ഇത്രത്തോളം ഡാമേജ് ആവുന്ന എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയും ആ ചിന്തയിലൂടെയാണ് ഞാൻ മറ്റ് ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത്. പക്ഷെ ആ എത്തിപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ ഒരു ഹീലിംഗ്, ആ ഒരു തെറാപ്പിയിലൂടെ കടന്നു പോവുകയും ഞാൻ പോസിറ്റീവ് എന്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഒരു മെഡിസിനും കഴിക്കാണ്ട് ഇന്ന് ഈ ഒരു നിമിഷം വരെ, ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് വരെ ഇരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. ഓവർ ടു മുജീബ് സർ. താങ്ക് യു ആസിയ മാം. മാം നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 മിനിറ്റ് തികയില്ല. തുടങ്ങിയപ്പോൾ കുറേ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നി. ഇങ്ങനെ ഫ്ലോ കറക്റ്റ് ഫ്ലോ, ഒരു വാക്ക് പോലും ബ്രേക്ക് ചെയ്യാതെ വളരെ ഭംഗിയായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തിലെ അംഗം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് നമ്മൾ തൊട്ടടുത്ത് ഇരുന്നിട്ട് നമ്മളോട് സ്നേഹത്തോടെ ചെയ്യുന്ന നമുക്കൊരു ഉപദേശമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആ വാക്കുകൾ കംപ്ലീറ്റ് അതുകൊണ്ട് കുറെയൊക്കെ ടെൻഷനൊക്കെ ബാക്കിയുള്ളവർക്ക് ഹീൽ ചെയ്യുന്നു എന്നൊക്കെ പറയൂലേ. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3യിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. മാം ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. നമുക്ക് ഓരോ ആഴ്ചകളിലൊക്കെ പാർട്ട് 1, പാർട്ട് 2. കാരണം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുറെ കാര്യങ്ങളാണ്. രാവിലെ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും ബിസിനസ് ചെയ്യുന്നു, കുറെ പേര് ജോബിന് ചെയ്യുന്നു, കുറെ പേര് വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഈ സമയമില്ലാത്ത ഒരു ജീവിതത്തില് ഇത്രയും വാക്കുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു മാജിക്കൽ വേർഡ്സ് ആയിട്ട് നമുക്ക് എന്റെ ഹൃദയത്തിൽ നിൽക്കട്ടെ. ഈ പകല് വളരെയധികം പോസിറ്റീവ് വേർഡ്സുകളായി, പോസിറ്റീവ് കാര്യങ്ങളായി നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇന്നത്തെ പ്രയത്നമാണ്, അത് നാളത്തെ വിജയമാണ്. ഓരോ ദിവസത്തെയും പ്രവൃത്തികൾ നമ്മളുടെ ഭാവിയെ എങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്കിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ആൾ. അസ്യ മാഡം, നല്ലൊരു സെഷൻ ആയിരുന്നു. ആദ്യം തുടങ്ങിയ മുതൽ അവസാനിപ്പിക്കുന്നവരെ കണ്ടിന്യൂട്ട് ആയിട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ നന്നായിട്ട് പറഞ്ഞു. ആദ്യ തുടക്കം ആ ആനന്റെ സ്റ്റോറി ആയിരുന്നു. ഞങ്ങളൊക്കെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ആ കുട്ടി മുഖാന്തരം നിങ്ങൾ പറഞ്ഞതാ. ഞങ്ങളൊക്കെ ഇതന്നെ താജ്മഹലോ അല്ലെങ്കിൽ ചൈനന്റെ ഗ്രേറ്റ് വാല അതൊക്കെ ആയിരുന്നു വണ്ടർഫുൾ എന്ന് തിങ്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ തിങ്ക് ചെയ്തിട്ട് ടീച്ചറോട് പറഞ്ഞതാ, എഴുതിയതാണ് ഇത് കാണാനുള്ളത്, കേൾക്കാനുള്ളത്, സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ബോഡി അത് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ വണ്ടർ എന്ന് ആ കുട്ടിയുടെ മുഖാന്തരം നിങ്ങൾ പറഞ്ഞു തന്ന് നല്ലൊരു സെഷനായിരുന്നു. മനുഷ്യർക്ക് വേണ്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം, ഫോർഗിവ്നെസ് വേണം, പിന്നെ ഉള്ളതിൽ തൃപ്തിപ്പെടണം. അതാണ് ഏറ്റവും ഇന്നത്തെ ഒരു മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് പറയുന്നതിനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടോ പിന്നെ എനിക്ക് തന്നെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് വളർത്തിക്കൊണ്ടു പോകുന്നതോ അതാണ് ഞങ്ങളെല്ലാം ഈ ജീവിത ദുഃഖത്തിന് കാരണം. അനാവശ്യമായ ചിന്ത വേണ്ട, അനാവശ്യമായ ആങ്സൈറ്റി വേണ്ട. കുട്ടികൾ പഠിക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ പഠിക്കുന്ന അവർക്ക് കഴിവുള്ള വിധത്തിൽ അവരെ പഠിക്കാൻ വിടണം. ഇതൊക്കെ പറഞ്ഞ് നല്ലൊരു സെഷനായിരുന്നു. ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നതാണ്, ഇപ്പൊ എന്താണുള്ള റിട്ടയർമെന്റ് ഉള്ള ലൈഫ് അതിൽ സന്തോഷപ്പെടാം. അല്ലാതെ എനിക്ക് വേണം വേറെ കുറെയൊക്കെ വേണമെന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് ഇതാക്കുന്നതല്ല. അങ്ങനെ ആഗ്രഹിച്ചെങ്കാണ് ഇപ്പൊ എൻ്റെ ഒക്കെ കൊലീഗിൻ്റെ ഒക്കെ ഉണ്ട്, സെയിം ഞങ്ങളത് മാത്രം തന്നെ ഇൻകം ഉള്ളവരുണ്ട്. പക്ഷെ ദേ ആർ നോട്ട് ഹാപ്പി. കാരണം എന്താണ്, അവർ അതിൽ തൃപ്തരല്ല. ഇത്രയൊക്കെ ദൈവം തന്ന് എൻ്റെ മക്കളൊക്കെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞ് ഇതുവരെ വലിയൊരു രോഗങ്ങളൊന്നൊക്കെ ഇല്ല, നല്ല ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ആ തൃപ്തിയാണ് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു രോഗം ഇല്ലാതെ എല്ലാത്തിനും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. നല്ലൊരു സെഷനാണ്, എല്ലാവരും കേൾക്കേണ്ടതാണ്. അത് ആ പറഞ്ഞ ആ ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയി. ഓരോരു കാര്യം പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോയത് നല്ലൊരു സെഷനാണ്. താങ്ക് യു വെരി മച്ച്. വി വാണ്ട് യു ടു കം അഗെയിൻ ആസ്
മുജീബ് സാർ പറഞ്ഞ മാതിരി വേറെ വേറെ പാട്ടായിട്ട് വരണം. ഈ അവസരം തന്ന മുജീബ് സാറിന് നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു. ഓട്ട് ചേർന്ന് ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക് കണ്ടിന്യൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആസിയമ്മ. നല്ല ടോക്കായിരുന്നു. ആദ്യാവസാനം വരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ശരിക്കും നെഗറ്റീവ്, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവുകൾ നമ്മൾ കളയേണ്ടത് അത്യാവശ്യമാണ്. നെഗറ്റീവ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ നെഗറ്റീവിനെ കളയാൻ പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും ഒരാൾ ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായ കാര്യം. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഏതെങ്കിലും നെഗറ്റീവുകൾ മനസ്സിൽ കയറും. അത് അവിടെ നിന്ന് അന്നത്തെ ദിവസം ഡള്ളാകും. ഇപ്പൊ രാവിലെ എനിക്ക് എൻ്റെ മോള് പനിയായിട്ടിരിക്കുകയാണ്. അപ്പം അവളോ ഇപ്പൊ ഈ UK-ലാണ്, അവിടെ തൊണ്ടയിലൊക്കെ അവിടുത്തെ ഒരു പുതിയ ഫ്ലൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലൂ വന്നാൽ തീരെ വയ്യാതെ കിടക്കുകയാണ്. അപ്പൊ തീരെ വയ്യാതെ കിടക്കുന്ന കാരണം ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഇരിക്കുകയാണ്. രാവിലെ വിളിച്ച് അവൾക്ക് കുഞ്ഞു കുഞ്ഞു പനി വന്നാലും വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര വിഷമാണ്. രാവിലെ എണീറ്റപ്പോ മുതലേ കൊച്ചിന്റെ കാര്യമാണ്. ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്നതൊക്കെ അവിടെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഈ തൊണ്ട നിറച്ച് പഴുത്തിരിക്കുകയാണ്. അപ്പൊ അത് പറയുന്നതുകൊണ്ട് എനിക്ക് ആകെ രാവിലെ വിഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സിൽ രാവിലെ ആ ഒരു സങ്കടത്തിന്റെ ഒരു നെഗറ്റീവ് മൂഡാണ്. എങ്കിലും മാം പറഞ്ഞപ്പോഴത്തേക്കും അതിനെ മാറ്റിക്കളഞ്ഞൊന്ന് പോസിറ്റീവ് ആക്കാനും കൊച്ചിനൊരു പോസിറ്റീവ് കൊടുക്കാനും ഒക്കെ ഞാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ആസിയ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. നമ്മള് മനുഷ്യന്മാരൊക്കെ നമ്മൾക്കുള്ളതിൽ തൃപ്തിപ്പെടാതെ മറ്റു പലയിടത്തും അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾക്കുള്ളതിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല. ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ഇല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോ നമ്മൾക്ക് തന്നെ. വളരെ ഇൻഫോർമേറ്റീവ് ആണ് നാഗേഷേഷനൊക്കെ പറഞ്ഞ പോലെ. ഇത്തരം സെഷനുകളൊക്കെയാണ് എപ്പോഴും വേണ്ടത്. അല്ലാതെ കുറെ മോട്ടിവേഷൻ അല്ല. അതിന് പകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ആരാണെന്നും നമ്മൾ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ഒരു തിരിച്ചറിവ് ഇത്തരം സെഷനിലൂടെ കിട്ടുന്നുണ്ട്. എന്തായാലും ആസിയ മാമിന്റെ ഈ ഒരു സെഷൻ ഗ്രേറ്റ് സെഷൻ എന്ന് തന്നെ പറയണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ആസിയ മാം, താങ്ക് യു സോ മച്ച്. ഞാൻ ഹേമർജിനി പ്രകാശ്, തിരുവനന്തപുരം. അടിപൊളി സെഷൻ ആയിരുന്നു. ശരിക്കും നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അത് മാറിക്കഴിഞ്ഞാൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡായി മാറി. താങ്ക് യു സോ മച്ച്. അടിപൊളി സെക്ഷൻ. പറയാൻ വാക്കുകളൊന്നുമില്ല. ഞാൻ കുറച്ച് തിരക്കിലാണെങ്കിലും മാമിന്റെ ആ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ആൾ. മാഡം നല്ല സെക്ഷൻ ആയിരുന്നു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എപ്പോഴും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. ആൻഡ് ചിലവർക്ക് ഈ സമയത്ത് പറയാനേ മടിയുള്ളൂ. പക്ഷെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് കൂട്ടമായി പലതും പറയണത് ഈ ഫ്ലോറിൽ കേൾക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം ഭംഗിയായിരിക്കുന്നു. അപ്പൊ ഈ പ്രോഗ്രാമിലെ വേറെ ഒരു ഐറ്റം കൂടിയുണ്ട്. കിസ് കോമ്പറ്റീഷൻ സ്റ്റാർ ഓഫ് ദ ഡേ സെലക്ട് ചെയ്യുന്ന ദിവസമാണ്. I would like to invite the star of the day, Sreth sir. Okay, thank you so much, Mujib sir. Thank you. ആസിയ മാം, ഞാനും ആസിയ മാഡത്തിന്റെ ക്ലാസ്സിൽ ശരിക്കും ലയിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ക്വിസ് കോമ്പറ്റീഷന് നടത്താൻ വിളിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം സ്റ്റെക്കായി പോയത്. കാരണം വളരെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചുള്ള നല്ല വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങളും അതെങ്ങനെ പ്രവൃത്തി തലത്തിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായ സെഷൻ തന്നെയായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ശോഭാമയ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പാർട്ട് സെഷൻ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ആസിയ മാം വീണ്ടും വരുന്ന പ്രതീക്ഷ ഉണ്ട്. താങ്ക് യു.
ആസിയ മാം ഇപ്പോൾ ഹോസ്റ്റ് ആണ്. ആ ഹോസ്റ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണേ ഹോസ്റ്റ്. കാരണം ആസിയ മാം പോകും കഴിഞ്ഞ് മൊത്തം ലെഫ്റ്റായി പോകും. ഓക്കെ, താങ്ക് യു. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ